പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ ദേവാലയത്തിൽ വരുന്നതിന്, ഈ സന്ധ്യയിൽ അല്പസമയം നിങ്ങളോടുകൂടി ആയിരിക്കുന്നതിന്, ദൈവം എന്ന അവസരത്തിന് ദൈവത്തെ സ്തുതിക്കുകയും മുഖാന്തരമായവരോടുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഞാനൊരു വാക്യം വായിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതലുള്ള 2 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായം 6 മുതൽ ഉള്ള വാക്യങ്ങൾ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ എത്ര. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ എത്ര. കർത്താവിൻ്റെ സ്ഥാനാപതിയും മുന്നോടിയുമായിരിക്കുന്ന പരിശുദ്ധനായ യോഹന്നാൻ മദ്ദാനായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിൽ ഈ പരിശുദ്ധൻ്റെ പെരുന്നാൾ നാം കൊണ്ടാടുകയാണ്. ഒരു ജീവിതം അനുഗ്രഹകരമായി തീരുന്നത്, ഒരു ജീവിതം ദൈവപ്രസാദകരമായി തീരുന്നത്, ഒരു ജീവിതം ദൈവ തിരുനാമ മഹത്വത്തിനായി തീരുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്? ഒരു ചിന്തകൻ ആൽബർട്ട് കാമു എന്ന് പറയുന്ന ഒരാൾ പറയുന്നു, ലൈഫ് ഈസ് നത്തിങ് അൺടിൽ യു ഗിവ് ഇറ്റ് മീനിങ്. നിങ്ങൾ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നില്ല എങ്കിൽ ജീവിതം ഒന്നുമില്ല, ജീവിതം ഏതുമില്ല. നിങ്ങൾ ജീവിതത്തിന് അർത്ഥം കൊടുക്കാത്തിടത്തോളം കാലം ജീവിതം ഒന്നുമില്ല. പല ഭാഷ്യത്തിൽ അതിനെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളും ജീവിതത്തിന് കൊടുക്കുന്ന അർത്ഥമാണ് നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠതരമാക്കി തീർക്കുന്നത്. ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ പഴമൊഴിയാണ്. ഒഴുക്കിനൊപ്പം ഇങ്ങനെ അങ്ങ് നീന്തിപ്പോവുക വളരെ സുഖമാണ്. വലിയ ആയാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കൂട്ടത്തിൽ അങ്ങ് പൊക്കോളും. പക്ഷെ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നത് അല്പം ദുഷ്കരവും വളരെയേറെ പരിശ്രമവും ആവശ്യമായിരിക്കേണ്ട ഒന്നാണ്. കാലഗതിക്ക് അനുയോജ്യമാകാത്ത നിലയിൽ ഒഴുകിയ ഒരു ജീവിതമായിരുന്നു വിശുദ്ധനായ യോഹന്നാൻ മബ്ദാനായുടെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം വേറിട്ട ഒരു ശബ്ദമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം വേറിട്ടൊരു സന്ദേശമായിരുന്നത്. ആ സന്ദേശം അധികാരികളെ ഇറിറ്റേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതം വ്യത്യസ്തതയുടെ ഒരു ജീവിതമായിരുന്നു. യോഹന്നാൻ മബ്ദാനായിക്ക് താൻ ആരാണ് എന്നും എന്താണ് ഇവിടെ നിറവേറ്റാൻ ഉള്ളത് എന്നും വ്യക്തമായ ഒരു അവബോധമുണ്ടായിരുന്നു. ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിനു വേണ്ടി അയക്കപ്പെട്ടവനാണ്.
ഓരോ ക്രിസ്തീയ ജീവിതത്തിനും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ദർശനവും ഇത് തന്നെ ആയിരിക്കണം. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ തങ്ങളുടെ ജീവിതം ശ്രേഷ്ഠതരമാക്കി തീർത്തിട്ടുള്ള ഏത് മനുഷ്യരുടെ ജീവിതവും പരിശോധിച്ച് നോക്കിക്കൂ. അത് ഏത് കാറ്റഗറിയിൽപ്പെട്ടതും നിങ്ങൾ നോക്കിക്കൂ. മെത്രാച്ചന്മാരുടെ കാറ്റഗറി ആയാലും വൈദികരുടെ കാറ്റഗറി ആയാലും സാധാരണക്കാരായ ഹൈമേനികളുടെ കാറ്റഗറി ആയാലും ജീവിതത്തിനെ കുറിച്ചുള്ള വ്യക്തമായ അവബോധം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു തിരിച്ചറിവോടെ ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്കൊക്കെ അവരുടെ ജീവിതം മഹത്വപൂർണമാക്കി തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടതാണ്, ഞാൻ ദൈവത്തിനു വേണ്ടി അയക്കപ്പെട്ടതാണ്. യോഹന്നാനോട് ഒരിക്കൽ മറ്റാൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, നീ ആരാ? യെരമ്യാവാണോ? പ്രവാചകന്മാരിൽ ഒരുവനാണോ? നീ ആരാ? യോഹന്നാൻ മറുപടി പറയുന്നത്, ഐ ആം ജസ്റ്റ് എ വോയിസ്. ഞാൻ ഒരു ശബ്ദം മാത്രമാണ്. പല ശബ്ദങ്ങളുടെ നടുവിൽ ശബ്ദമുഖരിതമായ ശബ്ദകോലാഹലം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ എ ഡിഫറൻറ്റ് വോയിസ്, വ്യത്യസ്തതയുടെ ഒരു ശബ്ദം. ഒരു പിതാവ് എന്നെ ഉപദേശിച്ചു. എനിക്ക് അദ്ദേഹം ഗുരുവാണ്. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ജനം അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ, ഞാൻ പറയുന്നത് കൊണ്ട് അവരനുസരിച്ചില്ലെങ്കിൽ എന്താ എന്നുള്ളത് ഓർത്ത് പറയാതിരിക്കരുത്. യു ഹാവ് ടു സേ വാട്ട് യു ഹാവ് ടു. അത് പറഞ്ഞിരിക്കണം. പറയേണ്ട കാര്യങ്ങൾ പറയണം. അത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ഒരു വ്യത്യസ്തതയുടെ ശബ്ദമായിരുന്നു. ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഈ ഒരു വ്യത്യസ്തതയുടെ ശബ്ദവും സന്ദേശവും ജീവിതവുമാണ്. പണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ്, ബാക്കി പറയാം, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവരിതിങ് ഈസ് ലോസ്റ്റ്. ഇതെല്ലാം ഇന്ന് തലകീഴായി മറിഞ്ഞ ഒരു വ്യവസ്ഥിതിയാണ്. ഇപ്പോഴത്തെ പഠിപ്പിക്കൽ എന്താണെന്നറിയാമോ? ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, ഹെൽത്ത് കോൺഷ്യസ്നെസ് എല്ലാവർക്കും ഉണ്ട്. ആരോഗ്യം നഷ്ടപ്പെടുന്നെങ്കിൽ അല്പം നഷ്ടമുണ്ട്. പണം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ പുതിയ ആത്മീക ആചാര്യന്മാർ പോലും പഠിപ്പിക്കുന്നത്, ജീവിതം നിങ്ങൾ ആഘോഷിക്കേ. ജീവിതം ആഘോഷിക്കാനുള്ളതാണോ? ജീവിതം ആഘോഷിച്ച് എവിടെ വരെ എത്തി ഇന്ന് മനുഷ്യ സമൂഹം? ഞങ്ങളുടെ ഭദ്രാസനത്തിലെ ഒരു വൈദികൻ്റെ അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കിന്ന് പോയി. ഞാൻ വളരെ അടുത്തറിയുന്നൊരു കുടുംബമാണ്. എല്ലാ അച്ഛന്മാരെയും കുടുംബാംഗങ്ങളെ അറിയുമെങ്കിലും ഈ അമ്മച്ചി എനിക്ക് നല്ലവണ്ണം അറിയാം. 86 വയസ്സുണ്ടായിരുന്നു. ജീവിതത്തിൽ ഇത്രയും കഷ്ടതയും ത്യാഗവും സഹനവും അനുഭവിച്ച ഒരമ്മ. ഞാൻ പറഞ്ഞു, ഈ അമ്മയെപ്പോലെ ഉള്ളവരുടെ ജീവിതം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. കഷ്ടതയും സഹനവും, ഈ അമ്മ സഹിച്ച കഷ്ടതയും സഹനവും മാത്രം മതി ഈ അമ്മയ്ക്ക് സ്വർഗരാജ്യം ലഭിക്കാൻ. എൻ്റെ ഒരേറ്റവും അടുത്ത ബന്ധു, അദ്ദേഹം ഗവൺമെൻറ് സർവീസിൽ ജോലിയായിരുന്നു. റിട്ടയർ ആയിക്കഴിഞ്ഞ് ദീർഘകാലം ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നത് കൊണ്ട്
കണ്ണുകളുടെ രണ്ടും കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാലും കുഴപ്പമില്ല, തപ്പിത്തടഞ്ഞൊക്കെ നടക്കുമായിരുന്നു. വീണ്ടും ഈ രോഗം മൂർച്ഛിച്ചിട്ട് ഇടത്തെ കാല് ഈ ഇടുപ്പിൻ്റെ അവിടെ വെച്ച് എടുത്തു കളഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ക്രച്ചസ് ഉപയോഗിച്ചും തപ്പിത്തടഞ്ഞും നടക്കുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ വലതു കാലും ഇവിടെ വെച്ച് മുറിച്ചു മാറ്റി. ശരീരം പകുതിയേ ഉള്ളൂ, പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുക. ഇതിനോടകം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പാരലൈസ്ഡായി നടക്കാനും സംസാരിക്കാനുമുള്ള എല്ലാ ശക്തിയും നഷ്ടപ്പെട്ട് ഒരു വെജിറ്റബിൾ പോലെ അടുത്ത കട്ടിലേൽ. 3 പെൺമക്കളെ ദൈവം കൊടുത്തു, 3 രാജ്യത്ത്. കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മരിച്ചു. ഇദ്ദേഹം ഏകനായി അവശേഷിച്ചിരിക്കുന്നു. പക്ഷേ ഒരു പരാതിയാകട്ടെ, ഒരു പരിഭവമാകട്ടെ അദ്ദേഹത്തിനില്ല. ഞങ്ങളൊക്കെ ചെന്നാൽ ഞങ്ങളുടെ ശബ്ദം കൊണ്ടാണ് ഞങ്ങളെ തിരിച്ചറിയുന്നത്. സഹായത്തിന് ആരെങ്കിലും കിട്ടി എന്തെങ്കിലും വെച്ച് കൊടുത്തെങ്കിൽ അത് കഴിക്കും, അതിനെക്കുറിച്ചും പരാതിയില്ല. അടുത്ത് റേഡിയോ വെച്ചിട്ടുണ്ട്, അത് സ്വിച്ച് തപ്പിത്തടഞ്ഞ് ഓൺ ചെയ്താൽ റേഡിയോ കേൾക്കാം, ന്യൂസ് വാർത്തകൾ മുഴുവൻ അറിയും. അപ്പം ഞങ്ങളൊക്കെ ചെന്നാൽ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് വാർത്തകളെക്കുറിച്ചാണ്. നമ്മൾ ചെല്ലുന്നത് എന്ത് സമാധാനം പറഞ്ഞു കൊടുക്കും എന്ന് കണ്ടാണ് ചെല്ലുന്നതെങ്കിൽ നമ്മളെ സമാധാനപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രതികരണവും മറുപടിയും. ഒരു പരാതി, ഒരു പരിഭവം. എന്തുകൊണ്ട്? ഇതെല്ലാം ഒന്നിൻ്റെ പുറകെ ഒന്നായി എന്നിൽ നിന്ന് എടുത്തു എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏറമ്പാച്ചൻ നല്ലവണ്ണം അറിയുന്ന ഒരാളാണ് ഞാനീ പറഞ്ഞത്. ജീവിതത്തിന് എന്തർത്ഥമാണ് കൊടുക്കുന്നത്? ഞാനും നിങ്ങളും ജീവിതത്തിന് കൊടുക്കുന്ന അർത്ഥമാണ് ജീവിതത്തെ മഹത്വപൂർണമാക്കി തീർക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് സ്വഭാവം എങ്ങനെയായാലും ഒരു വിഷയമില്ല. യോഹന്നാൻ മബ്ദാനായെ പോലെയുള്ളവരുടെ ഒരു പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ അദ്ദേഹം കാത്തു സൂക്ഷിച്ച ആ ഒരു ദൈവീകതയുടെ അനുഭവം ഇന്ന് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ കാര്യത്തിലായിരുന്നാലും എല്ലാവർക്കും A+ കിട്ടിയാൽ മതി. നല്ലതാ, വാങ്ങിച്ചു. തിരുവല്ലായിൽ ഈയിടെ ഒരു A+കാരൻ നടത്തിയത് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ വല്യമ്മയെ, സ്വന്തം വല്യമ്മയെ വെട്ടിക്കൊന്നത്. ഞാൻ ആ യുവാവിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+, എല്ലാ വിഷയത്തിനും. SSLCക്ക് അതെ 11ാം ക്ലാസ്സിൽ ചേർന്നു. 2 പരീക്ഷയെ എഴുതിയുള്ളൂ, എഴുതിയതിന് 2ഉം A+. പക്ഷെ ഇതിനോടകം കൈവിട്ടുപോയി, കുട്ടി വഴിവിട്ടുപോയി, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് അതിൻ്റെ ഒരു മാനസിക വിഭ്രാന്തിയിലായി. എന്തുപറ്റി നമ്മുടെ കുടുംബങ്ങൾക്ക്? എന്തുപറ്റി നമ്മുടെ തലമുറയ്ക്ക്? ഓരോ ദിവസത്തെയും പത്രം വായിച്ചു നോക്ക്. ഞാൻ വാർത്തകളുടെ റണ്ണിങ് കമൻട്രി ഞാൻ പറയുന്നില്ല. ആശാസ്യമല്ലാത്ത പ്രവണതകളും പ്രവർത്തനങ്ങളും ക്രൈസ്തവ സമൂഹത്തിൽ ലജ്ജാകരമായിട്ടുള്ളത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരു ഭാഗം മാത്രം ഞാൻ പറയട്ടെ, ഈ വക കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത് എന്ന്. 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനൊരു ഉപസംഹാരമായിട്ടും വീണ്ടും
ഏതാനും കാര്യങ്ങൾ പറയുന്നതിന് ഒരാമുഖമായിട്ടും അപ്പസ്തോലൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ വക കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത് എന്ന്. ഏതൊക്കെ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി നമ്മളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത് എന്ന് അപ്പസ്തോലൻ പറയുന്നുവോ, അത് നമ്മളുടെ ഇടയിൽ വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു. നഷ്ടപ്പെട്ട ആത്മീക അനുഭവങ്ങളെ എങ്ങനെ വീണ്ടെടുക്കാം, എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം? ഞാൻ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച വായിക്കുന്ന എല്ലാ പത്രത്തിൻ്റെയും വാരാന്ത്യ പതിപ്പ് സപ്ലിമെൻ്റ് ഞാൻ വായിച്ചിരിക്കും. ഒരു വാരാന്ത്യ പതിപ്പിൽ ഒരു ഹൈന്ദവ സ്നേഹിതൻ്റെ അനുഭവത്തെക്കുറിച്ചുണ്ടായിരുന്നു. ഹൈന്ദവനാണ്. അദ്ദേഹം പറയുന്നു, എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിച്ച് നാമം ജപിക്കും. അതവരുടെ കാര്യം, നടത്തട്ടെ. പക്ഷേ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? നാമം ജപിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് എല്ലാ ദിവസവും വേദപുസ്തകം വായിപ്പിക്കും. തീരുന്നില്ല. എൻ്റെ കുട്ടികൾ സന്മാർഗനിഷ്ഠയുള്ളവരും സൽസ്വഭാവികളുമായി തീരണമെങ്കിൽ അവർക്ക് വേദപുസ്തക വായന കൂടിയേ തീരൂ. ഒരു ഹൈന്ദവന്റെ ഉത്സാഹം, ശുഷ്കാന്തി, ആവേശം. അവരെ സംബന്ധിച്ചിടത്തോളം നാമം ജപിക്കുന്നത് അവർക്ക് വലുത്, നല്ലത്. പക്ഷേ രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ വേദപുസ്തകം വായിപ്പിക്കും. എത്ര മാതാപിതാക്കൾക്ക് പറയാനായിട്ട് സാധിക്കും? നമുക്കെത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? അദ്ദേഹം പറയുന്നു, എൻ്റെ കുട്ടികൾ സന്മാർഗനിഷ്ഠയുള്ളവരും സൽസ്വഭാവികളുമായി തീരണമെങ്കിൽ അവർക്ക് വേദപുസ്തക വായന കൂടിയേ തീരൂ എന്ന്. നാം നമ്മുടെ പൈതൃകങ്ങൾ, ശ്രേഷ്ഠമായ അനുഭവങ്ങൾ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. നമുക്കിന്ന് ആഘോഷങ്ങൾ മാത്രമായി നമ്മൾ അധപ്പതിച്ചിരിക്കുക. അതുകൊണ്ട് എന്തു പറ്റി? നമ്മോട് തന്നെ ചോദിച്ചു നോക്ക്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 2 സംഭവങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അത് ജനനപ്പെരുന്നാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച ഏവൻഗേലി വായിക്കുന്നത്. ഒന്ന്, ഹെറോദേസ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്നറിഞ്ഞ് യൗസേപ്പിന് ദർശനമുണ്ടായി, അരുളപ്പാടുണ്ടായി, മറിയമിനെയും കുഞ്ഞിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് പോകുന്നത്. 2, ഹെറോദേസിന്റെ കാലം കഴിഞ്ഞു എന്നും അവരെ തിരികെ വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നതും. ആ 2-ാം അധ്യായം അവസാനിക്കുന്നു, യൗസേപ്പ് മറിയമിനെയും യേശു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഗലീലയിലെ നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ വന്ന് പാർത്തു. നസ്രേത്തിന്റെ എല്ലാവിധമായ പൈതൃക സംസ്കാരത്തെ കടകവിരുദ്ധമായി തിരുത്തിക്കുറിച്ച ഒരു തിരുക്കുടുംബം. നസ്രേത്തിനെ കുറിച്ച് നിലവിലിരുന്ന ധാരണ നഥനിയേൽ വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നസ്രേത്തിൽ നിന്ന്, ബാക്കി പറയാമോ, വല്ല നന്മയും വരുമോ എന്ന്. ഇതായിരുന്നു ആ നാടിനെ കുറിച്ചുള്ള പൊതുവികാരം, ആ നാടിനെ കുറിച്ചുള്ള ഇംപ്രഷൻ, ധാരണ അതായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് യൗസേപ്പും മറിയമും യേശു കുഞ്ഞും കൂടെ വന്ന് താമസിക്കുന്നത്.
അവരുടെ കടന്നുവരവ് മൂലം, ഈ തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യം മൂലം നസ്രേത്ത് നന്മയുടെ നാടായി തിരുത്തി കുറിക്കപ്പെടുകയാണ്. ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത്, നസ്രാണി പൈതൃകം എന്ന് പറയുന്നത്, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വാസസ്ഥലങ്ങളെ നന്മയുടെ നാടുകളാക്കി തിരുത്തുക. ക്രൈസ്തവ സഭയുടെ പൂർവകാല ചരിത്രം നോക്കുമ്പോഴും കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രം നമ്മൾ ഇഴകീറി പരിശോധിച്ച് നോക്കുമ്പോഴും ഭരണാധികാരികൾ ശ്രദ്ധയോടെ ക്രൈസ്തവരായിട്ടുള്ളവരെ നാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമായിരുന്നു. ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ അത് ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ കുടുംബങ്ങളെ തങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്ന് കരമൊഴിവായിട്ട് ഭൂമിയും പദവികളും ആനുകൂല്യങ്ങളും നൽകി ക്രൈസ്തവരെ താമസിപ്പിക്കുമായിരുന്നു. കാരണം എന്തിനാണെന്നറിയാമോ? അവരിലൂടെ ഒരു നന്മയുടെ സുഗന്ധം, കളങ്കമില്ലായ്മയുടെ, സത്യസന്ധതയുടെ, വിശ്വസ്തതയുടെ, വഞ്ചനയില്ലായ്മയുടെ, നേരിൻ്റെ നേരും നെറിയുമുള്ള ജീവിതം ക്രൈസ്തവരിൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ട്, ഇത് ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലും ചില പ്രദേശങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ നാട്ടിൻ പുറത്ത്, ഈ കേരളക്കരയിൽ ഹൈന്ദവരായ ഭരണാധികാരികൾ ക്രൈസ്തവ കുടുംബങ്ങളെ പ്രത്യേക സ്ഥാനവും പ്രത്യേക പദവിയും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് താമസിപ്പിച്ചത്, അവരുടെ ഔദ്യോഗിക രാജാവിൻ്റെയൊക്കെ ഏറ്റവും ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരുന്നത് ക്രൈസ്തവരെ ആയിരുന്നു. കാരണം അതൊരു സത്യസന്ധതയുടെ, വിശ്വസ്തതയുടെ, ആത്മാർത്ഥതയുടെ ഒരു ജീവിതമായിരുന്നു. അതിൻ്റെ പിൻതലമുറക്കാരായ നാം ഇന്ന് ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ കഴിയുന്നത്? ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, നമുക്ക് ഒരു വിഷയവുമില്ല, A+ കിട്ടിയാൽ മതി. ആരോഗ്യ കാര്യത്തിലൊക്കെ ഇപ്പം കുറച്ചൊരു അവബോധം ഉണ്ടായിട്ടുണ്ട്. അത് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കണമെന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇഫ് ക്യാരക്ടർ, സ്വഭാവം നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം തീർന്നു എന്നുള്ളത് എത്ര പേരെ അത് വേദനിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണ വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്നലത്തെ മെയിലിൽ എനിക്കൊരു സ്നേഹിതൻ അദ്ദേഹത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ട് അയച്ചു തന്നു. ഞാൻ അതിൻ്റെ തലക്കെട്ട് മാത്രമേ വായിച്ചുള്ളൂ. ആഗോളവൽക്കരണം ക്രൈസ്തവ കുടുംബത്തിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആപൽക്കരമായ കാര്യങ്ങൾ. അപ്പം ഞാൻ തലക്കെട്ട് നോക്കി, ബാക്കി ഇനിയും ചെന്ന് സാവകാശത്തിൽ പഠിക്കാമെന്ന് കണ്ടു. നമുക്ക് സർവ്വതും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അല്ല, നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. സമൂഹത്തിൽ നഷ്ടപ്പെട്ടതിനു വേണ്ടി ശബ്ദമുയർത്തിയ, മഹത്വത്തിൻ്റെ മാനങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം തേടിക്കൊണ്ട് നാം ഈ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ, വാട്ട് മീനിങ് ആർ വി ഗിവിംഗ് ടു അവർ ലൈഫ്? നാം നമ്മുടെ ജീവിതത്തിന് കൊടുക്കുന്ന അർത്ഥം എന്താണ്? ലൈഫ് ഈസ് നത്തിങ് അൺടിൽ യു ഗിവ് ഇറ്റ് മീനിങ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന് അർത്ഥം കൊടുക്കാത്തിടത്തോളം കാലം ജീവിതമൊന്നുമില്ല. ദൈവം അയച്ചിട്ട് വന്നു, ദൈവത്തിന് വേണ്ടി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ ആക്കി വെച്ചു. ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വ്യക്തിയായും
കുടുംബമായും ഇടവകയായും വെളിച്ചത്തിൻ്റെ അനുഭവം പകരുക എന്നുള്ള ആ സാക്ഷ്യം ഏറ്റുവാങ്ങാൻ നമുക്ക് അതിനുള്ള ധൈര്യവും അതിനുള്ള ഒരു ആത്മാവും ഉണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിച്ചു നോക്കൂ. ഞാൻ നിർത്തട്ടെ. ആമേൻ.